അടിപൊളിയായിട്ട് ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവേ. അതെ, പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോകണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഫ്രഷ് പോർക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടിക്കോണമെന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോർക്കിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് പോർക്ക് മസാല ഇടാവേ. ഞാൻ ഉപയോഗിക്കുന്ന പോർക്ക് മസാല സാദിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എറണാകുളത്തും ആലപ്പുഴയിലും അത് കണ്ടിട്ടുള്ളത്. വേറെ എവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ആ മസാലയും ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഒരു കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1.5 സവാള നമുക്ക് അരിഞ്ഞിടാവേ. പിന്നെ 2 പച്ചമുളകും കീറിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാവേ. ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. വെള്ളം പറഞ്ഞ പോലെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിന്റെ നെയ്യെല്ലാം കൂടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പം തിളച്ചാടി പോയിരിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം വെക്കണേ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോർക്ക് കുക്കറിൽ നിന്ന് ഒരു 3-4 വിസിൽ വന്നിട്ട് 3-4 ആ ഒരു മണം നോക്കുക. ആ മണം നല്ല വെന്ത പോലത്തെ മണമാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് കുക്കറിൽ തന്നെ വെച്ചിട്ട് എടുക്കാവേ. ഒരു കുക്കറിൽ വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഒരു നല്ല ചട്ടിയിലേക്ക് പോർക്ക് എപ്പോഴും ചട്ടിയിട്ട് വറ്റിയെടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു നല്ല ചട്ടിയിലേക്ക് ഒന്ന് കടുക് പൊട്ടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരു ആടുമ്പത്തിനാണ് നമുക്ക് കടുക് പൊട്ടിച്ചേക്കാം. കടുക് പൊട്ടിച്ചിട്ട് ആ ചട്ടിയിൽ വെച്ച് നന്നായിട്ട് വരട്ടി എടുക്കാവേ. നമ്മൾ ഈ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നൽകിക്കൊണ്ടിരിക്കണം. ഞാൻ പിന്നെ കുറച്ചൊരു നെയ്യൊക്കെ പോയി കളഞ്ഞിരുന്നു കേട്ടോ. ഒത്തിരി നെയ്യ് തന്നെയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നെയ്ക്കകത്ത് കിടന്ന് വേകുമ്പോൾ പോർക്കിനുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച്